നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തണുപ്പാസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷം. ഗതാഗത കുരുക്കിനെതിരെ പ്രതിഷേധം ശക്തം. കുരുക്കു കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചെന്ന് പോലീസ്. കട്ടപ്പന മേട്ടുക്കുഴിയിൽ വീട്ടമ്മയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ചരൽവഴിയിൽ 63 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ റോബിൻ തോമസിന്റെ മരണകാരണം തലയ്ക്കേറ്റ മാരക മുറിവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തർക്ക് ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സമുന്നയിച്ച് വനം വകുപ്പ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ തുറന്നു നൽകാൻ കഴിയില്ലെന്ന വനം വകുപ്പ് വാദം. അത്തരമൊരു വിധിയില്ലെന്ന് ജില്ലാ ഭരണകൂടം. അടിമാലി ടൗണിൽ രാത്രികാലത്ത് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്ന് പരാതി. വിനോദസഞ്ചാരികളടക്കം അടിമാലി ടൗണിൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും പതിവാകുന്നത്. പോലീസ് ഇടപെടൽ വേണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. തണുപ്പുകാലം ആസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഏറെ സമയം വഴിയിൽ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. തിരക്കേറുമ്പോഴെല്ലാം തന്നെ സമാന സ്ഥിതി ആവർത്തിക്കുന്നതിൽ പ്രതിഷേധവും ശക്തമായി. അതേസമയം കുരുക്കു കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതായി മൂന്നാർ പോലീസ് അറിയിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. മൂന്നാറിലെ അതിശൈത്യവും തിരക്കു വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി. ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇക്കാരണം കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു. സഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരും പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിനോദസഞ്ചാരികൾ ശുചിമുറികളിൽ പോകാനാവാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യം പ്രതിസന്ധിയാകുന്നുണ്ട്. അതേസമയം കുരുക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. ഈ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസത്തിന്റെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഴയ മൂന്നാർ മുതൽ മാട്ടുപ്പെട്ടി ഡാം വരെയുള്ള ഭാഗം, പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ ടൗണിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റ് സബ് ഡിവിഷനിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്ത് പോലീസ് ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഹാൻഡ് സെറ്റ്, 1-to-1 സെറ്റ് എന്ന് പറയും, ഹാൻഡ് സെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് അല്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ നടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. അതേസമയം തിരക്കേറുമ്പോഴെല്ലാം മൂന്നാറിൽ സമാന സ്ഥിതി ആവർത്തിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. മൂന്നാർ ടൗൺ, ആനച്ചാൽ ടൗൺ, മൂന്നാർ മാട്ടുപെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് എല്ലായിടത്തും സ്ഥിതി സമാനം തന്നെ. റോഡുകളുടെ വീതി കുറവാണ് ഗതാഗതക്കുരുക്കിനുള്ള പ്രധാന കാരണം. ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിംഗും പ്രതിസന്ധിയാണ്. മൂന്നാർ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ റോഡ് വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ മൂന്നാറിന്റെ ടൂറിസം താളം തെറ്റും. സിറ്റി വിഷൻ മൂന്നാർ. കട്ടപ്പന മേട്ടുകുഴിയിൽ വീട്ടമ്മയെ തീകത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ചരൽവഴിയിൽ 63 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. വെളുപ്പിന് 1 മണിയോടെ വീട്ടിലെത്തിയ മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. മേരിയും മകൻ ജഗൻ രാജുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീടും സ്ഥലവും പാട്ടത്തിന് നൽകിയതിനെ തുടർന്ന് കട്ടപ്പനയിലേക്ക് താമസം മാറാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയായിരുന്നു. വീട്ടുപകരണങ്ങൾ കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയിട്ട് രാത്രി 1 മണിയോടെ തിരികെ വീട്ടിലെത്തിയപ്പോൾ മേരിയെ കാണാതായിരുന്നു. തുടർന്ന് ജഗൻരാജ് നടത്തിയ തിരച്ചിലിലാണ് മുറ്റത്ത് മരിച്ച നിലയിൽ മേരിയെ കണ്ടെത്തിയത്. പിന്നീട് സമീപവാസികളുടെ സഹായത്തോടെ വണ്ടൻമേട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. വണ്ടൻമേട് SI എബി ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇടുക്കിയിൽ നിന്നും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പിന്നീട് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തു. സിറ്റി വിഷൻ കട്ടപ്പന. ക്രിസ്തുമസ് ദിനത്തിൽ മദ്യപാനത്തെ തുടർന്ന് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട മേരികുളം ഡോർലാൻഡ് പുളിക്കമണ്ടത്തിൽ റോബിൻ തോമസിന്റെ മരണകാരണം തലയ്ക്കേറ്റ മാരക മുറിവാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ ഡോർലാൻഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉപ്പുതറ പൊരീക്കണ്ണി 27 പുതുവൽ ഇടത്തിപ്പറമ്പിൽ സോജൻ വർഗീസാണ് സുഹൃത്തായ റോബിനെ കൊലപ്പെടുത്തിയത്. സ്ഥിരമായി രാത്രികാലങ്ങളിൽ മദ്യപിക്കാറുണ്ടായിരുന്ന ഇവർ ക്രിസ്തുമസ് ദിനത്തിലും മദ്യപിച്ചിരുന്നു. ഇതിനുശേഷമുണ്ടായ സംഘർഷത്തിൽ സോജൻ റോബിന്റെ തല പിടിച്ച് നിലത്ത് ഇടിപ്പിച്ചിരുന്നു.
ഇടിയുടെ ആഘാതത്തിലുണ്ടായ തലയിലെ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഗുരുതരമായി പരിക്കേറ്റ റോബിനെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ചെത്തിയ ബന്ധുവാണ് വഴിയിൽ റോബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ സോജൻ കുറ്റം സമ്മതിച്ചു. തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി സോജനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. CI H ഫൈസൽ, SI PN പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ശരണമന്ത്രം. ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന പ്രസിഡന്റ് K. ജയകുമാർ. ആദ്യ ഒരു ദിവസത്തെ ആശയക്കുഴപ്പമൊഴിച്ചാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നു. പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ 40 ദിവസം സുഗമ ദർശനം ഉറപ്പാക്കിയെന്നും K. ജയകുമാർ പറഞ്ഞു. നാൽപ്പത് ദിവസം കൊണ്ട് 30 ലക്ഷത്തിലേറെ ഭക്തർ വന്നുപോയി. 332.77 കോടി രൂപയാണ് ശബരിമലയിൽ വെള്ളിയാഴ്ച വരെയുള്ള വരുമാനം. കഴിഞ്ഞ സീസണിലെ മണ്ഡല മഹോത്സവ കാലത്തെ വരുമാനത്തെക്കാൾ കൂടുതലാണിത്. ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണിതിൽ പ്രതിഫലിക്കുന്നത്. സദ്യ ഉൾപ്പെടുത്തി അന്നദാനത്തിൽ ചെറിയ ഭേദഗതിയിൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും ഇതിലെ മനോഭാവമാണ് പ്രധാനം. അന്നദാന പ്രഭുവായ അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്ന ചിന്തയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. അരവണ പ്രസാദം ആദ്യം 30ഉം 40ഉം നൽകിയിരുന്നു. പിന്നീട് 20ഉം 10ഉമായി. ഇതിൽ ഭക്തർക്ക് നിരാശയുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച നടയടയ്ക്കുമ്പോൾ മുതൽ അരവണ ഉൽപാദനത്തിൽ വർധനവ് വരുത്തി. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ 12 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമുണ്ടാകും. 10 എന്ന നിയന്ത്രണം തുറന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നമുണ്ടാകില്ല. കൂടുതൽ വേണ്ടവർക്ക് ജനുവരി 20-ന് ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുമെന്നും ഡിസംബർ 29-ന് നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പമ്പയിൽ ദേവസ്വം ബോർഡ് മന്ത്രി VN വാസുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ സഹകരണം അത്യാവശ്യമാണ്. 29-ന് തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് യോഗം ചേരും. പുല്ലുമേട് കാനനപാത വഴിയുള്ള പ്രശ്നങ്ങൾ ഈ 15 ദിവസം കൊണ്ട് പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, സന്നിധാനം. ഇടുക്കി കുമളി അയ്യപ്പ ഭക്തർക്ക് ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സവാദം ഉന്നയിച്ച് വനംവകുപ്പ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ അയ്യപ്പ ഭക്തർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് നൽകാനാകില്ല എന്നാണ് വനംവകുപ്പിന്റെ വാദം. എന്നാൽ അത്തരമൊരു വിധി ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. വനംവകുപ്പിന്റെ അനാവശ്യ ഇടപെടൽ മൂലം കുമളിയിലെത്തുന്ന അയ്യപ്പ ഭക്തർ ദുരിതം അനുഭവിക്കുകയാണ്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കുമളി. ക്രിസ്മസ് ന്യൂ ഇയർ അവധിയോടെ വിനോദസഞ്ചാരികളും മണ്ഡലവകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ ഭക്തരും കുമളിയിലേക്കെത്തിത്തുടങ്ങിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യമാണ് കുമളിയെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. വനം വകുപ്പിന്റെ അധീനതയിലുള്ള ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഭാഗം ശബരിമല തീർത്ഥാടകർക്കായി തുറന്നു നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വനം വകുപ്പ് ഇതിന് തടസ്സം നിൽക്കുകയാണ്. സുപ്രീംകോടതി വിധിയുണ്ടെന്നും കോടതി വ്യവഹാരം നടക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം ആനവച്ചാൽ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നതിന് വനം വകുപ്പ് പ്രവേശിപ്പിക്കാത്തത്. ഇത് സംബന്ധിച്ച് കുമളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതിങ്ങനെ: ഈ ആനവച്ചാലിലെ പാർക്കിംഗ് ഏകദേശം 250 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൂറിസം വകുപ്പ് അറിയിച്ചത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നവർ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരുവിധ കേസുകളും ഇല്ല എന്ന് ടൂറിസം ബഹുമാനപ്പെട്ട ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ യോഗത്തിൽ അറിയിച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിവരം ബഹുമാനപ്പെട്ട കളക്ടറെ അറിയിച്ചിരുന്നു. പക്ഷെ അവർ അനുമതി തന്നില്ല. അനുമതി തരാത്ത സാങ്കേതികത്വം എന്താണെന്ന് എനിക്കറിയില്ല. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 5 കോടി രൂപ മുതൽ മുടക്കിൽ 2019-ലാണ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലായിരുന്നു പദ്ധതി. പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടുനൽകില്ല എന്ന കടുംപിടുത്തത്തിൽ വനം വകുപ്പ് തുടരുന്നതോടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുമളി ഗ്രാമപഞ്ചായത്തും ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആനച്ചാല് പാർക്കിംഗ് ഗ്രൗണ്ട് ഏകദേശം 3 ഏക്കറോളം സ്ഥലമുണ്ട്. അതിന്റെ ഒരു പകുതിയോളം ഭാഗമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ശേഷിക്കുന്ന ഭാഗങ്ങളും കൂടെ പ്രയോജനപ്പെടുത്തുന്നതിന് വനംവകുപ്പിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് സുപ്രീം കോടതിയുടെ മുന്നാകെയുള്ള ഒരു കേസിന്റെ തടസ്സങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അതിൽ കൃത്യമായിട്ടൊരു സ്റ്റേ ഒന്നും ഇല്ല, അങ്ങനെ ഉപയോഗിക്കരുത്. അവിടെ
പെർമനന്റ് കൺസ്ട്രക്ഷൻസ് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അവിടെ പെർമനന്റ് കൺസ്ട്രക്ഷൻ ഒന്നും നടത്തുന്നില്ലല്ലോ. ഇനിയിപ്പോ അവിടെ ടോയ്ലറ്റ്സിന്റെ ആവശ്യമാണെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ടോയ്ലറ്റ്സ്, ബയോ ടോയ്ലറ്റ്സുകളൊക്കെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതേസമയം ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണെന്നും ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട ടൂറിസം പരിപാടികൾക്ക് മാത്രമേ സ്ഥലം ഉപയോഗിക്കാൻ ആകൂ എന്നുമാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ നിലപാട്. സിറ്റി വിഷൻ, കുമളി. അടിമാലി ടൗണിൽ രാത്രികാലത്ത് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്ന പരാതി. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിനോദസഞ്ചാരികളടക്കമെത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് പലപ്പോഴും വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടാകുന്നത്. രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കാൻ ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നതാണ് വ്യാപാരികളുടെ അടക്കം ആവശ്യം. മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലി ടൗൺ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രികാലത്തും സജീവമാണ്. വിനോദസഞ്ചാരികളും സ്ത്രീകളുമടക്കം രാത്രികാലത്തും അടിമാലി ടൗണിൽ വന്നുപോകുന്നു. എന്നാൽ രാത്രിയിൽ ടൗണിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്നാണ് പരാതി. അടിമാലി മേഖലയിൽ അമ്പലപ്പടി മുതൽ ചെന്ന ജംഗ്ഷൻ വരെയുള്ള മേഖലകളിൽ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ അടിമാലിലുള്ള നാട്ടുകാരെ അടക്കം, കൊച്ചുകുട്ടികളെ അടക്കം, സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്ന ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന ജംഗ്ഷൻ തൊട്ട് അമ്പലപ്പടി വരെ നമ്മൾ യാത്ര ചെയ്താൽ കാണാവുന്ന അനധികൃതമായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ പാർക്കിങ്ങാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പോലും, അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഒച്ചത്തിൽ പാട്ടുമിട്ട് പല മിന്നിത്തിളങ്ങുന്ന പല ലൈറ്റ്സും ഒക്കെ ഇട്ട് കഴിഞ്ഞ് ബസ്സിൻ്റെ മേളിൽ ലൈറ്റ്സും ഒക്കെ ഇട്ട് ഇവർ കുട്ടികളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് വന്നിരിക്കുന്ന ആളുകൾ റോഡിൽ നിന്ന് കള്ളും കുടിച്ച് നൃത്തം ചെയ്യുന്ന കാണുന്നത്. വിനോദസഞ്ചാരികളടക്കമെത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിമാലിയുടെ സമീപ മേഖലകളിലേക്കുള്ള അയൽസംസ്ഥാന തൊഴിലാളികളടക്കം രാത്രി വണ്ടിക്ക് ടൗണിലെത്തി നേരം പുലരും വരെ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥിതിയുണ്ട്. സ്ത്രീകളും കുട്ടികളുമടക്കം ദീർഘദൂര ബസ്സുകൾ കാത്ത് രാത്രികാലത്ത് അടിമാലി ടൗണിൽ എത്താറുണ്ട്. രാത്രികാലത്ത് വിനോദസഞ്ചാരികളുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളി കലാശിക്കുന്ന സാഹചര്യങ്ങൾ അടിമാലി ടൗണിൽ വർദ്ധിക്കുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം മദ്യപനരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട്. രാത്രിയിലും സജീവമായിരിക്കുന്ന ടൗൺ എന്ന നിലയിൽ രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കി ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. വിനോദസഞ്ചാര മേഖലയും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശവുമായ ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ കരിമല മലമുകളിൽ മദ്യപ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. രാത്രികാലത്ത് മല കയറിയെത്തുന്ന സംഘങ്ങൾ ഇവിടെ ഇരുന്ന് മദ്യപിച്ചതിനു ശേഷം മദ്യക്കുപ്പികളും മാലിന്യങ്ങളും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും മേഖലയെ പരിസ്ഥിതി പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഒരു കാലത്ത് കയ്യേറ്റ മാഫിയ കൈയടക്കിയ പ്രദേശം കയ്യേറ്റമൊഴിപ്പിച്ച് തിരിച്ചേറ്റെടുക്കുകയും പ്രകൃതി മനോഹാരിതയും പരിസ്ഥിതി പ്രാധാന്യവും സംരക്ഷിക്കുന്നതിനായി ഇവിടെ പുതിയ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മേഖലയിൽ രാത്രികാലങ്ങളിൽ മദ്യപ സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും കൈയടക്കുന്നത്. രാത്രികാലത്തെത്തുന്ന സംഘങ്ങൾ ഇവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്യുകയും മദ്യപിക്കുകയും ചെയ്തതിനു ശേഷം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് അടക്കമുള്ള മറ്റു മാലിന്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു മടങ്ങുന്ന സാഹചര്യമാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം നടപടികൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും രംഗത്തെത്തി. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറുകയാണ് ഈ പ്രദേശമെല്ലാം തന്നെ. അവർ മദ്യപിക്കുകയും മദ്യക്കുപ്പികൾ വലിച്ചെറിയുകയും ഭക്ഷണ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ പ്രദേശമാകെ കൊണ്ടിട്ടിരിക്കുകയാണ്. ടൂറിസം പ്രോജക്റ്റ് പഞ്ചായത്ത് കൊണ്ടുവന്നെങ്കിലും ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും വേസ്റ്റ് ഡംപിങ് ഏരിയ പോലെ ആയി മാറിയിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതുപോലുള്ള വേസ്റ്റ് ഇടുന്ന ആളുകളെ പിടികൂടുകയും അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പോലീസിൻ്റെ പട്രോളിംഗ് എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഉടനടി ഇതിനൊരു തീരുമാനം എടുക്കുകയും നിർത്തിച്ചില്ലെങ്കിൽ ഇത് ടൂറിസത്തെ ബാധിക്കുന്നതാണ്. ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും നിരവധി സഞ്ചാരികളാണ് മല കയറി ഇവിടേക്ക് എത്തുന്നത്. വിദൂര കാഴ്ചകളുടെ പ്രതീതിയായ മലമുകളിൽ
കത്തിനിൽക്കുന്ന വെയിലിലും തണുത്ത കാറ്റാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മേഖലയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്നും മദ്യപ സംഘങ്ങളുടെ കടന്നുകയറ്റത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ കൊന്നത്തടി. രാജാക്കാട് സാൻജോ കോളേജിന്റെ ഈ വർഷത്തെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹൈറേഞ്ചിലെ തന്നെ ആദ്യകാല സ്കൂളായ മഞ്ഞാപ്പാറ ക്രിസ്തുരാജ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിലെ കർമ്മ പരിപാടിയായ ഫിനസ് പുനർജനിയിൽ ഉൾപ്പെടുത്തി NSS വോളണ്ടിയേഴ്സ് ആശാരിമാരുടെ സഹായത്തോടുകൂടി സ്കൂളിന്റെ മേൽക്കൂര ബലപ്പെടുത്തുകയും വീണ്ടും ഓടുകൾ നിരത്തി കാലങ്ങളായി നിലനിന്നിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയും ചെയ്തു. പ്രോഗ്രാം ഓഫീസർ അനീഷ് കുമാർ MA, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി SH, സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തനംതിട്ട പ്രമാടത്ത് വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിസ്മയമായി ഇടുക്കിയിലെ താരങ്ങൾ. ഇന്റർനാഷണൽ ഷോറൻ റിയോ സെബൂക്കൻ കരാട്ടെ അസോസിയേഷൻ നേതൃത്വത്തിലാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട DYSP ന്യൂമാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 300ഓളം കായിക താരങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പ് പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റംഷി മുഹമ്മദ് മുരിക്കോലി അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിൽ നിന്ന് ചീഫ് ഇൻസ്ട്രക്ടർ നോബൽ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ 50ഓളം കുട്ടികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. 6ഓളം പേർ ഗോൾഡ് മെഡലും 10ഓളം പേർ സിൽവർ മെഡലിന് അർഹരായി. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അർഹത നേടി. ഷോർട്ട് സെബൂക്കൻ കരാട്ടെ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയിൽ നിന്ന് സെലക്റ്റഡായ 35ഓളം കുട്ടികൾ പത്തനംതിട്ട പ്രമാടത്ത് നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പിള്ളേർ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത്. 35 പേര് പങ്കെടുത്തതിൽ 22 പേരൊരു മെഡൽ കരസ്ഥമാക്കി. ആലോൺ എസ് നോബിൾ, അലൈൻ അന്ന ജോസ്, അനാമിക കലേഷ്, ജോഷുവ ബിജു, ക്രിസ്റ്റി ബിനു, ആരാധ്യ പ്രദീപ് എന്നിവർ ഗോൾഡും, ഐരൺ ജോസ്, അഭിനന്ദ അഭിലാഷ്, അനുപമ കലേഷ്, ഏബിൾ സുനിൽ, ഷാനിമോൾ ഷാജി, അലോക് കെ അഭിലാഷ്, ജിയോൺ മാത്യു, അശ്വിൻ M സാഗേഷ്, ജിഷ്ണു ബിനോയ് എന്നിവർ സിൽവറിനും അർഹത നേടി. സിറ്റി വിഷൻ ഉപ്പുതര. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആശയങ്ങളെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കടക്കം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനവും പുരോഗമനവും ജനങ്ങൾക്ക് അനിവാര്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളും അതിനനുസൃതമായ മുഴുവൻ കാര്യങ്ങളും നിയമം പരിരക്ഷിക്കുന്ന, പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നിയമം പരിരക്ഷിക്കുന്ന
സംവിധാനത്തിനുള്ളിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ നല്ല നിലയിൽ ഭരണസമിതി 14 അംഗങ്ങളാണുള്ളത്. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുള്ളൂ. ഈ അടിമാലിയിൽ ആകെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രി ഇത് മാത്രമേ ഉള്ളൂ. മറ്റ് നല്ല സംവിധാനങ്ങൾ, മെഡിക്കൽ നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇടുക്കി ജില്ലയിൽ ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭരണസമിതി മുഴുവൻ ആളുകളും മുഴുവൻ അംഗങ്ങളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂടിച്ചേർന്ന് ആലോചിച്ചുകൊണ്ട് കാര്യക്ഷമമായ ജനക്ഷേമകരമായ ആളുകളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകും. ചൂടിന്റെ കാഠിന്യമേറിയതോടെ ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിൽ കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയും സജീവമായി. ഉൾഗ്രാമങ്ങളിലെ വഴിയോരങ്ങളിലടക്കം ഇതര സംസ്ഥാനത്തു നിന്നുള്ള നിരവധി പേരാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിലൂടെ ഉപജീവനം കണ്ടെത്തുന്നത്. നാട്ടുകാർക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കും പ്രിയങ്കരമായി മാറുന്ന കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. വഴിയോരങ്ങളിൽ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നത് വരെ ഡീസൽ മോട്ടോറുകൾ പ്രവർത്തിക്കുന്നതിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നത്. വ്യത്യസ്തവും രുചികരവുമായ കരിമ്പിൻ ജ്യൂസിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നും എത്തുന്നവരാണ് കച്ചവടക്കാർ. ആവശ്യക്കാരെത്തുന്നതേ അവരുടെ മുമ്പിൽ വെച്ച് ചീകിയെടുക്കുന്ന കരിമ്പ് ഡീസൽ മോട്ടറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന യന്ത്രത്തിൽ കയറ്റി കരിമ്പിന്റെ ചാറ് പിഴിഞ്ഞെടുക്കുന്നു. ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം ഇതിൽ കൃത്യമായി അളവിൽ ചേർക്കുന്ന ഇഞ്ചിയും നാരങ്ങയുമാണ്. വെള്ളമോ പഞ്ചസാരയോ മറ്റൊന്നും ചേർക്കാത്ത കരിമ്പിൻ ജ്യൂസ് ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ് മലയോരത്ത്. സിറ്റി വിഷൻ, രാജാക്കാട്. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഉത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി വൈക്കം മേനോട്ടില്ലത്ത കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശിവപ്രസാദ് എമ്പാതിരി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. രാജാക്കാട് ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെയും ചമയവേഷങ്ങളുടെയും തിറയുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടത്തിയ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് രാജാക്കാട് ടൗണിൽ വെച്ച് മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികൾ സ്വീകരണം നൽകി. മതസൗഹാർദ്ദ കൂട്ടായ്മ കൺവീനർ ഫാദർ മാത്യു കരോട്ടു കൊച്ചറക്കൽ, കോർഡിനേറ്റർ VS ബിജു, സാബു ആവലക്കാട്ട്, ജമാൽ ഇടശ്ശേരിക്കുടി, VC ജോൺസൺ, ബിനോയി കൂനമ്മാക്കൽ, സജി പൂവത്തിങ്കൽ, അബ്ദുൽ കലാം, ജോയി തമ്പുഴ, ജോഷി കന്യാക്കുഴി, ബെന്നി ജോസഫ്, KG മഹേഷ്, VS അരുൺ പ്രസാദ്, ഹംസ, ടൈറ്റസ് ജേക്കബ്, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിപിൻ ചെറുതാനി, മെമ്പർ സാജു പഴപ്ലാക്കൽ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. ഘോഷയാത്ര കള്ളിമാലി ക്ഷേത്രസന്നിധിയിലെത്തി സമാപിച്ചപ്പോൾ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടന്നു. തുടർന്ന് KHRA വനിതാ വിംഗ് രാജാക്കാട് യൂണിറ്റ് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, പിന്നീട് പള്ളിവേട്ട, നാട്ടുകൂട്ടം വോയിസിന്റെ കരോക്ക ഗാനമേള എന്നിവയും നടന്നു. ഇന്ന് രാവിലെ നടന്ന ആറാട്ടു മഹോത്സവത്തോടെയാണ് ഉത്സവ പരിപാടികൾ സമാപിച്ചത്. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് S നായർ, സെക്രട്ടറി MN മണികണ്ഠൻ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, കൺവീനർ PB മുരളീധരൻ നായർ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ചക്കുവള്ളം 6 മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചു. പ്രത്യേക പൂജകളോടെ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി. ചരണമന്ത്രങ്ങൾ ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ ചക്കുവള്ളം 6 മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോടെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചു. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച ദ്രവ്യകലശാഭിഷേകം, സമൂഹ നീരാഞ്ജനം, പാനകനിവേദ്യം, വർണ്ണശബളമായ ദീപാരാധന, കർപ്പൂരാഴി പൂജ എന്നിവയോടെയാണ് സമാപിച്ചത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ 41 ദിവസമായി നടന്നുവന്നിരുന്ന ഭജനയിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. ആകാശവിസ്മയം തീർത്ത് കരിമരുന്ന് കലാപ്രകടനവും അരങ്ങേറി. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് പ്രകാശ് ചെട്ടിയാർ അമ്പിയിൽ, സെക്രട്ടറി നന്ദനൻ കുന്നത്ത്, മറ്റു ഭാരവാഹികളായ ശശിധരൻ നായർ വരിക്കയിൽ, രഘുനാഥൻ ചേലക്കാട്ട്, തങ്കപ്പൻ ചാഞ്ഞനാനിക്കൽ, അനിൽ പൊടിപ്പാറയിൽ,
രാജേഷ് കൃഷ്ണൻകുട്ടി, ഷീന സജി, സന്ധ്യ ജയൻ, ദീപ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ കുമളി. കുടുംബസംഗമവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. സേനാപതി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമത്തോട് ഒപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും നടന്നത്. സേനാപതി പോളികാർപ്പ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങൾ ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പങ്കെടുത്തവർക്കെല്ലാം മനോഹരമായ ഓർമ്മകളായി. സേനാപതി പോളികാർപ്പ് പള്ളി ഓഡിറ്റോറിയം വേദിയായ ചടങ്ങുകൾ ഉത്സവമായി മാറി. ക്ലബ് പ്രസിഡന്റ് VR രാജേഷ് കുടുംബസംഗമവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സമുദായ ഐക്യവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും സംരക്ഷിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ സാമൂഹ്യ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. നമ്മളെ സംബന്ധിച്ച് ഈ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒപ്പം സഹാനുഭൂതിയുടെയും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നതിന്റെയും അവരുടെ വേദനകൾ പങ്കുവെക്കുന്നതിന്റെയും അവരുടെ വേദനകളിൽ നമ്മൾ പങ്കുചേരുകയും ആ വേദനകൾ അകറ്റാൻ ഒരു ഇഞ്ച് സഹായം കൈനീട്ടി നൽകാൻ കഴിയുകയും ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ക്രിസ്മസ്. ആഘോഷങ്ങളുടെ മുഖ്യ ആകർഷണമായി സാന്താക്ലോസ് മുഖ്യാതിഥിയായി വേദിയിലെത്തി. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും സന്തോഷത്തോടെ സാന്താക്ലോസിനെ സ്വീകരിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാനമായി എല്ലാവർക്കും കേക്കുകൾ വിതരണം ചെയ്തു. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. വിവിധ കലാപരിപാടികൾ, കുട്ടികളുടെ പ്രകടനങ്ങൾ, വിനോദ പരിപാടികൾ എന്നിവ ആവേശം പകർന്നു. ഇതിനൊപ്പം മാജിക് ഷോയും അവതരിപ്പിച്ചു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച പ്രകടനം ആഘോഷങ്ങൾക്ക് മികവ് നൽകി. സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹമായ സാന്നിധ്യമുള്ള സേനാപതി ലയൺസ് ക്ലബിന്റെ ഈ ആഘോഷം സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും പുതുവത്സര പ്രതീക്ഷകളുടെയും സൗഹൃദത്തിന്റെയും പ്രതിഫലനമായി. ബേസിൽ വർഗീസ്, ബിജു PB, മനോജ് KK തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ സേനാപതി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 13,055 രൂപ, പവന് 1,04,440 രൂപ, വെള്ളി ഗ്രാമിന് 274 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തണുപ്പാസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷം. ഗതാഗത കുരുക്കിനെതിരെ പ്രതിഷേധം ശക്തം. കുരുക്കു കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചെന്ന് പോലീസ്. കട്ടപ്പന മേട്ടുക്കുഴിയിൽ വീട്ടമ്മയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. ചരൽവഴിയിൽ 63 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ റോബിൻ തോമസിന്റെ മരണകാരണം തലയ്ക്കേറ്റ മാരക മുറിവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തർക്ക് ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സമുന്നയിച്ച് വനം വകുപ്പ്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ തുറന്നു നൽകാൻ കഴിയില്ലെന്ന വനം വകുപ്പ് വാദം. അത്തരമൊരു വിധിയില്ലെന്ന് ജില്ലാ ഭരണകൂടം. അടിമാലി ടൗണിൽ രാത്രികാലത്ത് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്ന് പരാതി. വിനോദസഞ്ചാരികളടക്കം അടിമാലി ടൗണിൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും പതിവാകുന്നത്. പോലീസ് ഇടപെടൽ വേണമെന്നും ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.